ദൈവത്തിൻ പുത്രനായി യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ ആയത്ര ധന്യമീ ലോക ജീവിതം താൻ വാഴുകയാൽ നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ ആയത്ര ധന്യമീ ലോക ജീവിതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഭവങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ ഒക്കെ നമ്മളെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മളെ ഏശാതെ അത്ഭുതകരമായി നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയായ കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരും നിന്നെ വളഞ്ഞ് നാല് പുറത്തും എരിക്ക് നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെ നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് പറഞ്ഞു. ഒരിക്കൽ യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശിഷ്യന്മാരാണ് ആ പള്ളിയെ അല്ലെങ്കിൽ ദേവാലയത്തെ ലോകാത്ഭുതങ്ങളിലൊന്നായ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് അതിനെ ചൂണ്ടിക്കാണിച്ചു. കർത്താവേ, ഗുരുവോ, ഇതെത്ര നന്നായിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോഴും യേശു ഈ വചനം ഉരുവിടുവാനിടയായിത്തീർന്നു. അതിന് വന്നു ഭവിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് യേശു നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് വരാനിരിക്കുന്നത് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കതിനെ പുച്ഛമായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇതെത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അവനെ അഭിനന്ദിക്കുകയുള്ളൂ. ശരി, നന്നായിരിക്കുന്നു, കൊള്ളാലോ, നമുക്ക് പിടിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഇതങ്ങനല്ല. യേശു അതിന് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നഗരത്തെ നോക്കിയിട്ട് യേശു കരയുകയായിരുന്നു. വരുന്ന അനർത്ഥത്തെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വരുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമാണ്. എന്നാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. അനർത്ഥങ്ങൾ വരാനാണ് നമ്മുടെ ആഗ്രഹം. അതിൽ നമ്മൾ ഈ എല്ലാവരെ പോലെ സങ്കടപ്പെടാൻ, അയ്യോ സംഭവിച്ചു പോയല്ലോ, ആശ്ചര്യപ്പെടും, അല്ലെങ്കിൽ നമ്മളങ്ങ് വല്ലാതാവും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ഒരു വാക്കുണ്ടിങ്ങനെ, പ്രൈസ് ദി ലോർഡ്, നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരനർത്ഥം വരുമ്പോൾ ദൈവമേ നശിപ്പിക്കരുതേ, അവനെ കൊല്ലരുതേ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനക്കാരനാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ ദുരന്തം കണ്ട് സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്
നമുക്ക് എന്ത് പറയാനാണ് പ്രിയമുള്ള സുഹൃത്തെ? ഇന്ന് പകലിൽ ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്, നമ്മളെ തള്ളിക്കളയരുത്. സൂചനകൾ, പ്രൈസ് ദി ലോർഡ്, പ്രവചനങ്ങളാകുന്ന സമയം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സൂചനകൾ പ്രവചനങ്ങളായി മാറും. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞത് പ്രവചനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സൂചനകളല്ലായിരുന്നു. യേശു സൂചനകളായിട്ട് പറഞ്ഞ പല സംഭവങ്ങളുണ്ട്. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് നല്ലത് വരുവാൻ, നന്മ നേരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾക്കൊരു മുന്നറിയിപ്പ് തന്നാൽ നമുക്ക് ഒരുങ്ങിക്കൂടെ? ഇങ്ങനെ പറയരുത്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിയവരായിരുന്നു യഹൂദൻ. നീ ചത്താലും സാരമില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ചാവണം, നിനക്കത് സംഭവിക്കണം. നീ സംസാരിച്ചതൊക്കെ പള്ളി പൊളിക്കൽ, പ്രൈസ് ദി ലോർഡ്, പിതാവും ഞാനും ഒന്നാണ്, ഈ മന്ദിരം പൊളിച്ച് ഞാൻ 3 ദിവസം കൊണ്ട് പണിയും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ അവർ കുറിച്ചിട്ടു. ഇവനൊരന്ത്യം വരുത്തണം എന്ന് തന്നെ അവർ തീരുമാനിച്ചു. പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന് സഹിക്കവയ്യാതായി. യഹൂദൻ കരഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് യഹൂദന് കാണേണ്ടി വന്നു, ഒരു പിതാവിന് കാണേണ്ടി വന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് പകലിൽ യേശു നിന്നെ സ്നേഹിച്ചിട്ടാണ് മുന്നറിയിപ്പുകൾ തരുന്നത്. അതിനെ അവഗണിക്കാതെ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സഹായിക്കുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കലങ്ങിപ്പോകാതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ അവൻ ശക്തനാണ്, വലിയവനാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകും. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കായി സ്തോത്രം ചെയ്യും. അമ്മമാർക്കായി, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടണം അതിമനോഹരമായി തീരണം, അനുഗ്രഹമായി തീരണം. പട്ടണത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നീ മാനിച്ചതിന് ദാസന്മാരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മഹത്വമോട് നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.